അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ന് മൂത്തത്തിൽ യുദ്ധമുണ്ടായത് ബുസ്രയിലേക്ക് നബിയുടെ സന്ദേശവുമായി പോവുകയായിരുന്ന ഹാരിസ് ബിൻ ഉമൈർ അൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനെ ഗസാൻ ഗവർണർ ശുറഹ്ബീൽ വധിച്ചു കളഞ്ഞതായിരുന്നു വിഷയം. അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല, കാരണം അത് അത്രയും വലിയ ധിക്കാരമാണ് എല്ലാ കാലത്തും. മൂത്തത്തി യുദ്ധം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്ര അനുകൂലമായോ അത്ര പ്രതികൂലമായിട്ടോ അല്ല അവസാനിച്ചത്. പക്ഷെ എങ്കിലും ആ സംഭവത്തിന്റെ ഫലം സീസർ ചക്രവർത്തിയെ ചിന്തിപ്പിച്ചത് മറ്റൊരു വഴിക്കാണ്. വിജയിച്ചു എന്ന് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെടാൻ ന്യായമൊന്നും ഇല്ലെങ്കിലും അവർ പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായൊരു മറുപടി നൽകേണ്ടതുണ്ട് എന്ന് സീസർ ചിന്തിച്ചു. ഒന്നാമത്. രണ്ടാമത്തേത്, അറേബ്യയിലെ സംഭവ വികാസങ്ങൾ സീസറിനെ ഞെട്ടിച്ചു. കാരണം വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരു അറേബ്യൻ സാമ്രാജ്യം ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ റോമിന് ഭീഷണി ഇറാൻ കേന്ദ്രീകരിച്ച പേർഷ്യ സാമ്രാജ്യമാണ്. ഇപ്പൊ രണ്ട് ഭീഷണികൾ ഉണ്ടാവുകയാണ്. അറേബ്യയിൽ ഉണ്ടായ സാമ്രാജ്യ ശക്തിയെ രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല സീസർക്ക് ഭയപ്പെടാനുള്ളത്, മറിച്ച് ആദർശപരമായിട്ടും. കാരണം ഇത് ഇസ്ലാമിക സാമ്രാജ്യമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അതിനെ നേരിടണം, അതിനെ പരാജയപ്പെടുത്തണം എന്നത് സീസറുടെ ഒരു വലിയ വാശിയായിരുന്നു. അതുകൊണ്ടാണ് 40,000 ഭടന്മാരെ കൊള്ളിച്ചുകൊണ്ടുള്ള, ചില അഭിപ്രായങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്, അതിന്റെ താഴെ പറയുന്ന അഭിപ്രായങ്ങളുമുണ്ട്, വലിയ ഒരു സേനയെ മദീനയ്ക്ക് നേരെ നിയോഗിക്കുവാൻ ഹിർക്കൽ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു പടപ്പുറപ്പാടിന്റെ വിവരം ഷാമിൽ നിന്ന് വരുന്ന എണ്ണ വ്യാപാരികളിൽ നിന്നാണ് മദീനയിൽ അറിഞ്ഞത്. ഏതായിരുന്നാലും ആ വിവരം അറിഞ്ഞതോടുകൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടു. കാരണം ഇവിടെ ഒരുപാട് പ്രതിബന്ധങ്ങൾ തൽക്കാലമുണ്ട്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ തിരക്കിട്ട ദിവസങ്ങളാണ്. ആമുൽ വുഹൂദ്, വിവിധങ്ങളാകുന്ന ഗോത്രങ്ങളുടെ വരവ് ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒന്നത്. രണ്ടാമത്തേത്, ഇത് ചൂടുകാലമാണ്, ദീർഘമായ വഴിയാണ്. അപ്പോ ജനങ്ങൾക്കൊക്കെ ഇപ്പൊ ഷാമിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ആ പ്രയാസങ്ങളെ മറികടക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇത് റോമ സാമ്രാജ്യത്തിന്റെ ഒരു വെല്ലുവിളിയാണ്. ഇതിനെ നേരിട്ടില്ലെങ്കിൽ അവർക്ക് ധൈര്യം കൂടും. അപ്പൊ അവർക്ക് ധൈര്യം കൂടിയാൽ അത് എന്നേക്കും ഒരു വലിയ, അപ്പൊ മുളയിലേ നുള്ളിക്കളയണം ഈ ഭീതി എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ ഈ നീക്കങ്ങളെ എടുക്കുകയാണ്. മാത്രമല്ല, മദീനയിൽ മറ്റൊരു ചെറിയ അനക്കം നടക്കുന്നുണ്ട്. അത് മുനാഫിക്കുകളുടെ ഭാഗത്തിൽ നിന്നാണ്. അവർ ഈ കഴിഞ്ഞ സംഭവങ്ങളിലൊക്കെ വല്ലാത്തൊരു ഞെട്ടലിലാണ് ഉണ്ടായത്. അതുകൊണ്ട് അവര് മദീനയിൽ ഈ വിവരം പറഞ്ഞു പരത്തി, ഇതാ ഇസ്ലാം അവസാനിക്കാൻ പോകും, മുസ്ലിങ്ങൾ അവസാനിക്കാൻ പോകും. കാരണം അവരിതുവരെ നേരിട്ടതെല്ലാം മക്കയിലെ ഖുറൈശികളെ മാത്രമാണ്. ഇപ്പോ അവർക്ക് നേരിടേണ്ടി വരുന്നത് റോമ സാമ്രാജ്യത്തെയാണ്. റോമ സാമ്രാജ്യത്തിന്റെ അധിപനായ ഹിർക്കൽ ചക്രവർത്തി ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ ഒരവസാന യുദ്ധത്തിന് വലിയ പടക്കോപ്പുമായി വരുന്നുണ്ട് എന്ന് മദീനയിൽ ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് പറഞ്ഞ് പരത്തി അവർ. മാത്രമല്ല, ഈ സമയത്ത് അവർ മറ്റൊരു കാര്യം കൂടി, അവരൊന്നും കൂടി ഒരുങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ഇതുമായി അതിന് ബന്ധമുണ്ടാവാം. കാരണം ഈ സമയത്താണ് മസ്ജിദുൽ ളിറാർ എന്ന സംഭവം ഉണ്ടാകുന്നത്. അതെന്താന്ന് ചെറുതായിട്ട് പറയാം. മുനാഫിക്കുകൾ ഖുബാ പ്രദേശത്ത് ഒരു പുതിയ പള്ളി ഉണ്ടാക്കി. മനോഹരമായ, അത്യാവശ്യം വലിയ ഒരു പള്ളി. ആ പള്ളി കൊണ്ട് അവരുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഉണ്ടാക്കിയ പള്ളി മസ്ജിദ് ഖുബയാണ്. ആ പള്ളിയെ മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ അസ്ഥിവാരം ഇടപെട്ട പള്ളി എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.
അതുകൊണ്ട് തന്നെ ധാരാളം വിശ്വാസികൾ ഖുബായിലുണ്ട്, ഖുബായിലേക്ക് വരുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മദീനയിലുള്ള സമയത്ത് മിക്കവാറും ശനിയാഴ്ച ദിവസങ്ങളിൽ നടന്നോ അല്ലെങ്കിൽ വാഹനത്തിലായോ ഖുബായിൽ പോകുമായിരുന്നു. അങ്ങനെ മുസ്ലിമീങ്ങൾക്കും നബിക്കും ഒരു ഹൃദയ ബന്ധമുള്ള ഒരു പള്ളിയായിരുന്നു മസ്ജിദ് ഖുബ. അപ്പോ അവിടെ മുസ്ലിമീങ്ങൾ സംഘടിക്കുന്നതും ശക്തി നേടുന്നതുമെല്ലാം വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു മദീനയിലെ മുനാഫിക്കുകളെ. അതുകൊണ്ട് അവർ അവിടെ നിന്ന് മുസ്ലിമീങ്ങളെ കൺഫ്യൂസ് ചെയ്യുവാൻ വേണ്ടി എന്നോണം ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി വളരെ മനോഹരമായ പള്ളിയായിരുന്നു, വലിയ പള്ളിയായിരുന്നു. മാത്രമല്ല ആ കാലത്തുള്ള നല്ല നിർമ്മാണ വൈദഗ്ധ്യത്തോടു കൂടെയാണ് അത് നിർമ്മിച്ചത്. അപ്പോൾ അത് ഈ ഒരു സമയത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അവർ വന്ന്, നബിയെ ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളി ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അത് ബനു ദിർവാൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രാന്തപ്രദേശത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഖുബായിൽ നിന്ന് അത്ര അകലെ അല്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു. ഖുബായുടെ ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു അത്. ബനു ദിർവാൻ എന്നായിരുന്നു ആ പ്രദേശത്തിന്റെ പേര്. ആ പള്ളിയില്ല, പള്ളി നബിയുടെ കാലത്ത് തന്നെ പൊളിക്കപ്പെട്ടു. മാത്രമല്ല അത് എവിടെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ മസ്ജിദുൽ ദിറാർ അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്രാധ്യായം തന്നെയാണ്. മഹാനായ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് അവർ പറഞ്ഞു, നബിയെ ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, താങ്കൾ അതിലൊന്ന് വന്ന് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമായും ന്യായമെന്ന് തോന്നിപ്പിക്കുന്ന ഒരാവശ്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പക്ഷെ നബി പറഞ്ഞു, ഞാനിപ്പോ വല്ലാത്തൊരു വിഷമത്തിലാണ് ഉള്ളത്. ഇപ്പോ തബൂക്കിലേക്ക് വടക്കോട്ട് ഒരു യാത്രയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പോയിക്കോളൂ, ഞാൻ തബൂക്കിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. പിന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പുലർത്താറുള്ള സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം തബൂക്കിന്റെ കാര്യത്തിൽ, തബൂക്ക് യുദ്ധമാണല്ലോ നമ്മൾ പറയാൻ പോകുന്നത്, തബൂക്കിന്റെ കാര്യത്തിൽ സ്വീകരിച്ചു. അതായത് സാധാരണ നബി ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ യുദ്ധത്തിന് പോവുകയാണ് എന്നൊന്നും പറയുമായിരുന്നില്ല. കാരണം വെച്ചാൽ അത് പറഞ്ഞാൽ ശത്രു ശക്തനാകും, അപ്പോ ഏറ്റുമുട്ടൽ കടുക്കും. അതുണ്ടാവാൻ നബി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ച് പറയുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ആ സൂചനയിൽ നിന്ന് എല്ലാവരും കാര്യം മനസ്സിലാക്കി ഒരുങ്ങുകയും പുറപ്പെടുകയും ചെയ്യും. ഇത് അങ്ങനെയല്ല, ഇത് വളരെ വ്യക്തമായി തന്നെ എല്ലാവരും ഒരുങ്ങണം, ഇന്നതാണ് വിഷയം, ഇന്ന ദിവസം നമ്മൾ പുറപ്പെടും ഇൻഷാ അല്ലാഹ് എന്ന് പറയുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.